എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇളകി വെക്കുക. ഞങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇളകാളം മരുന്ന് ഞങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. നിങ്ങൾ ഇളകി, നിങ്ങൾ കുല്ലുഹും മജ്മഉൻ ഇളകി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കള്ളത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ഉള്ള സംസ്കാരം നഷ്ടപ്പെട്ടു പോയ തെരൂർ കുഞ്ഞമ്മദിൻ്റെ സംസാരമാണ് ഈ പറഞ്ഞത്. ഇവൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ വേറുള്ളവരെ കൊണ്ട് ഈ ഇളകി പറയാണ്. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവർ ചങ്കും കുരളും എല്ലാം കൂടി വീർപ്പിച്ചിട്ട് വേദി കയറിയിട്ട് ഈ ജാതി കോലത്തിൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ സംസാരിച്ച് പാവപ്പെട്ട ഒരു ഉസ്താദിനെതിരെ പറയുന്നുണ്ട്. കുറച്ച് പ്രായം ചെന്ന ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഫൈസി എന്ന് പറഞ്ഞ ഒരാൾ. കുറെ നേരച്ച സാധനങ്ങൾ ഏത് എലിക്കുട്ടി ഫൈസിയോ അങ്ങനെ ഏതൊരു സാധനം ചെങ്ങായി ഇറങ്ങിയിട്ട് ഓൻ്റെ ഒക്കെ കഥകളുണ്ടല്ലോ. പ്രായത്തരായില്ലേ ചെങ്ങായി, നേരക്കഞ്ഞ് ബാക്കിയല്ലോ ഉണ്ടോ? മഹാനായ ആലിക്കുട്ടി ഉസ്താദിനാണ് ഈ പറഞ്ഞ കോലത്തിൽ പേര് പോലും വക്രാക്കിക്കൊണ്ട് ഇവൻ കുരലിൽ വീർപ്പിച്ച് പറയുന്നത്. എന്തായിരിക്കും ഈ കോലത്തിലൊക്കെ? ഇവൻ്റെ വീട്ടിലും ഉണ്ടാവില്ല നേർച്ച ആൾക്കാരൊക്കെ. വീട്ടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരത്തിനനുസരിച്ചായിരിക്കും പ്രായം ചെന്ന ആൾക്കാരൊക്കെ പച്ചക്ക് എടാ പോടാ ഇജി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല സംസ്കാരം കിട്ടിയിട്ട് കുരുവട്ടൂർ KC അബ്ദുള്ള പഠിപ്പിച്ചതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ഈ രൂപത്തിലൊക്കെ സംസാരിക്കാണ്ടായ കാരണം? ഞാൻ എങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെയാണ് എനിക്ക് സംഗതി മനസ്സിലായത് ഇത് എന്താണെന്നുള്ളത്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടോക്കാം. എന്തായിരിക്കും ഇവങ്ങനെയൊക്കെ പറയേണ്ടായ കാരണം? ഈ വ്യാജ തെരീക്കത്ത്, നല്ല തെരീക്കത്തുകൾ കുറേ ഉണ്ടാകുമ്പോൾ ഡൂബിളി കുറേ വരും. ഒരുപാട് തെരീക്കത്തുകൾ നമ്മൾ ജീവിതകാലത്ത് കേട്ടിട്ടുണ്ട്. കള്ളന്തോട് തങ്ങള്, പിന്നെ ചോറ്റൂര്, കുരൂര്, കുരുവട്ടൂര്, പിന്നെ ആലുവ, ഇങ്ങനെ തുടങ്ങിയ ഒരു വ്യാജന്മാർ. അവർ വിചാരിക്കും അവർ നല്ല ഉഷാറാണ്. എന്താ കാരണം എന്നറിയാം? ഈ വ്യാജ തെരീക്കത്തിൻ്റെ ആളുകളുടെ ഈ കള്ളശേഖന്മാരെ കയ്യിൽ ഒരു ആകർഷണീയത ഉണ്ട്. അത് പൈശാചികമായ ആകർഷണീയതയാണ്. പെരുമറ്റത്തുണ്ടായിരുന്നൊരു ബഷീർ എന്ന് പറഞ്ഞ ഒരുത്തൻ, ആധാരം വരെ കൊണ്ടു കൊടുത്താലേ അവൻ്റെ മുരീതാവാൻ പറ്റുള്ളൂ. വീടിൻ്റെ ആധാരം വരെ കൊടുക്കണം. വലിയ കള്ളനായിരുന്നു. ഈ കള്ളന്മാരൊക്കെ ഇവരുടെ അടുത്തേക്കാണ്ട് ചെന്ന് ആകർഷിക്കപ്പെട്ടാൽ വെള്ളം കുടിച്ചോ എന്തെങ്കിലും ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് തല ഊരി പോരാൻ പണിയാണ്. അവരുടെ മൈൻഡിൽ, അതിൻ്റെ സൈക്കോളജി അതാണ്, അവരുടെ മൈൻഡിൽ അതങ്ങ് ഫിറ്റായിപ്പോയി. പിന്നെ അവർ നല്ലതൊന്നും പറയുന്നത് ആരുടെ ഉപദേശം അവർ കേൾക്കൂല. എല്ലാവരും അവർ നെഗറ്റീവോട് കൂടെ കാണുള്ളൂ. അതാണ്. അതിൽ പെട്ടുപോയാൽ തിരിച്ചു കിട്ടാൻ വലിയ പണിയാണ്. രക്ഷപ്പെടാൻ ഭാഗ്യമുള്ളവരൊക്കെ രക്ഷപ്പെടും. അതാണ് സത്യത്തിലുണ്ടാകുന്നതൊക്കെ. പിന്നെ അതിനു വേണ്ടി വ്യാഖ്യാനങ്ങളും അത് ക്ലിയറാക്കാൻ വേണ്ടിയുള്ള വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കെട്ടുമൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പറയും. കേൾക്കണ അവരനുയായികൾക്ക് ഇതിൽ വലിയ സംഭവമായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അതിലൊന്നുമില്ല, കഴമ്പില്ലെന്ന് തിരിച്ചറിയണമെങ്കിൽ വിശാലമായ നിഷ്പക്ഷ മനസ്സോടുകൂടെ കേൾക്കുമ്പോഴേ തിരിയുള്ളൂ. അതില്ലല്ലോ. കാരണം അത് അപ്പടി അതിലേക്ക് അങ്ങോട്ട് അണ്ണാക്ക് തൊടാതെ എന്താ പറയുന്നത്. ഇപ്പോൾ നൗഷാദ് എന്താ പറയുന്നത് വെച്ചാൽ അത് അപ്പടി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക. അപ്പുറത്ത് ആരെന്ത് പറഞ്ഞാൽ അതിനെ നെഗറ്റീവോട് കൂടെ കാണുക. അതാണ്. കാഴ്ച നന്നാവുമ്പോഴേ കാഴ്ചപ്പാട് നന്നാവുള്ളൂ. ആദ്യമേ കാഴ്ച നല്ലതല്ല, പിന്നെ കാഴ്ചപ്പാട് എങ്ങനെ നന്നാവുക? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം കൊണ്ടാണ് അവരതിന് തല ഊരി പോരാൻ പണിയാണ്. പാവങ്ങളതിൽ കുടുങ്ങിപ്പോയതാണ്. അങ്ങനെ ഒരുപാട് പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. അള്ളാഹു സത്യത്തിൽ എന്ന് നിലനിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഇവരോട് ചെയ്ത ആകെ തെറ്റി ഇതേ ഉള്ളൂ. ഇതിനാണ് ഇപ്പോൾ ഈ ചക്കും കരളും എല്ലാം കൂടി പൊന്തിച്ചുകൊണ്ട് കുഞ്ഞമ്മത് ഇങ്ങോട്ട് കിടന്ന് ഹറമളട്ട് നിരോധിച്ചത്. എന്താ സംഭവം? ബഹുമാനപ്പെട്ടവർ കുറച്ച് കള്ളത്തൊരീക്കത്തേരെ പേര് പറഞ്ഞു. ഇതൊക്കെ കള്ളത്തൊരീക്കത്താണെന്നും അതിൽ തേനും പാലും കുടിക്കുകയാണ് മാങ്ങ ഏൽക്കുകയാണെന്നും എന്ത് ഉളത്തരം ഷേഖും മറ്റുള്ളവരും പറഞ്ഞാലും അതൊക്കെ നൗഷാദ് പറഞ്ഞൊക്കെ തൻ്റെ മുരീദുകൾക്ക് കുഞ്ഞാടുകൾക്ക് വലിയ ഖുർആനുൽ അദീം പോലെ ഏറ്റെടുക്കുന്നത് പോലെ അങ്ങനെ ആകാനുണ്ടാകുന്ന കാരണം എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതങ്ങ് പറഞ്ഞതോടുകൂടി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിൻ്റെ നിയൽ കാണുമ്പോഴേക്ക് കുഞ്ഞമ്മീന് ബേജാറായി. കുഞ്ഞമ്മ ബേജാറായി എന്ന് മാത്രമല്ല, നിയൽ കണ്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തെല്ലാം കുരകളാണ് കുരച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞമ്മത് മാത്രമല്ല, കുരുവട്ടൂരുകൾക്ക് മൊത്തം ആലിക്കുട്ടി ഉസ്താദിനെ പോലുള്ള ആൾക്കാരുടെ നിയൽ കാണുമ്പോൾ പേടിക്കാൻ തുടങ്ങും. കാരണം എന്താ? കള്ളത്തൊരീക്കത്തുകാരെ മൊത്തവും നിലക്ക് നിർത്തിയവരാണ് നമ്മുടെ കേരളത്തിലെ ഉലമാക്കൾ. ഇപ്പോഴും നല്ല പഴയ കാലത്ത് തന്നെ.
സമസ്ത കേരള ജമിയത്തുലമയുടെ ആലിമീങ്ങളൊക്കെയും കള്ളത്തൊരീക്കത്തുകാർക്കെതിരെയും ബിദ്അത്തിന്റെ ആളുകൾക്കെതിരെയും ഒരേ സമയത്ത് ഒരുപോലെ സമരം ചെയ്തവരാണ്. നമ്മളെ പൂർവികരുടെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. അതന്നെ ഇപ്പോൾ ആലിമീങ്ങൾ ചെയ്യുന്നുള്ളൂ. അവർക്കെതിരെ ആര് പറഞ്ഞാലും, അതിന് കുമരകുത്തൂര് പറഞ്ഞാലും ശരി, പേരോട് ഉസ്താദ് പറഞ്ഞാലും ശരി, പൊന്മള ഉസ്താദ് പറഞ്ഞാലും ശരി, ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞാലും ശരി, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. ആലിക്കുട്ടി ഉസ്താദിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനും പൊന്മള ഉസ്താദിനും എ പി ഉസ്താദിനും അതുപോലെ മഹാന്മാരാകുന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ 40 മുഷാവറിനെയും തോന്നിയാത്തം വിളിച്ച നാവ് കൊണ്ട് എന്നെയും തോന്നിയാത്തം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഭാഗ്യവാനാണ് എന്നാ ആ പാപ മനുഷ്യൻ വളരെയധികം പുഞ്ചിരിയോടുകൂടി പറഞ്ഞത്. എന്നിട്ട് സമൂഹത്തിൽ ഏഷനും പിത്തനെയും ഉണ്ടാക്കാൻ വേണ്ടി സംശയത്തിൻ്റെ നൂരാന്മാരുണ്ടാക്കി കൊടുക്കുകയാണ് ആര്? തെറിയൂർ കുഞ്ഞമ്മദ്. ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യന് കള്ളത്തൊരീക്കത്തിനെതിരെ പറഞ്ഞു എന്ന കാരണത്താൽ അയാൾ എന്തോ ഒരു മോശക്കാരനാണെന്ന് വരുത്തുന്ന രൂപത്തിലാണ്. ഇതാണല്ലോ എൻ്റെ സംസ്കാരം? ഇതാണോ എൻ്റെ ആത്മസംസ്കരണം? മറ്റുള്ള മനുഷ്യന്മാരെ പറ്റി തോന്നിയാത്തം പറയാൻ ഇപ്പം പറഞ്ഞ തോന്നിയാത്തങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് കേട്ടോക്കാം. ആ പഴയകാല കഥകളൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ? അജ്മാനിന്ന് പോകുന്ന രംഗം, അജ്മാലിൽ ബഹുമാനപ്പെട്ടവർ ഇപ്പോഴും പോകാറുണ്ട്. എന്താ ഊള എനിക്ക് പറയാനുള്ളത്? എന്ത് രംഗം എന്നാ പറയണത്? അതിൻ്റെ മുമ്പിലുള്ള കുറച്ച് ആൾക്കാർ ഇതെന്തോ സംഭവമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഊളെ. ആ ഉംറയുടെ അമീറായിട്ട് പോയിട്ടുണ്ടായ വിപ്ലവങ്ങൾ, ഉംറൻ്റെ അമീറായി പോയാൽ വിപ്ലവം ഉണ്ടാക്കാനല്ല, ദ്വേർക്കേണ്ടവർക്ക് ദ്വേർക്കും. പിന്നെ അത് കാണിച്ചു കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കും. ഇന്നോടത്ത് ഇന്നേ ചെയ്യും, ഇന്നോടത്ത് ഇന്നേ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ പിന്നെ ഊണും അതുപോലെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കും. ഇതേപ്പോൾ അമീറായി പോയാൽ ഉണ്ടാകുക. അല്ല വിപ്ലവം ഉണ്ടാക്കാനാണെങ്കിൽ കുരുവട്ടൂർ KC അബ്ദുള്ളാൻ്റെ ഒപ്പം പോയിക്കൂടെ? പല ആൾക്കാരല്ലേ വിപ്ലവത്തിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വന്തം പെണ്ണുങ്ങൾക്ക് മഹർ പോലും ആരാൻ്റെ അടിച്ചു മാറ്റി കൊടുത്തത് ആരാന്നുള്ളത് ചേക്കുട്ടി പാപ്പാനോട് ചോദിച്ചു നോക്കണോ? ആ റഫീഖ് ആദൂരായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയിപ്പിക്കണ്ട. ഷാഫി തന്നലെയാ ഞങ്ങളെ ക്ലാസ്സിലുണ്ട്, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതൊക്കെ തീർത്തിട്ട് പോരെ കാരണവരെ ഈ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടൽ. ഈ തെന്നലക്കാരൻ ഷാഫി എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത കാലത്ത് പിന്നെ മാർക്കത്ത് കൂടി എൻ്റെ ഒപ്പം വന്ന ആളാണ് തെന്നലക്കാരൻ ഷാഫി. ഓനക്ക് ഞാൻ ആ കൂടി അന്ന് തന്നെ പള്ളർച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലൊന്ന് അടിയിക്ക് ഇങ്ങനെ നോക്കിയാൽ കിട്ടും. ഓനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓൻ അഞ്ചനായിട്ട് പിന്നെയും കുറച്ചൊക്കെ ബന്ധമുണ്ട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്. അതേ സമയത്ത് ആദൂർ എന്ന് പറഞ്ഞ ആ ചങ്ങായി ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ കൂടെ മാർക്കത്ത് കൂടി ഓനെ എൻ്റെ പുതിയ ഇസ്ലാമിൽ ഇപ്പോൾ അടുത്ത കാലത്ത് തൊപ്പിട്ട് വന്ന ഈ സാധനമായിട്ട് ഓൻ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന കാലത്ത് നല്ല ബന്ധമായിരുന്നു. റുപ്യേൻ്റെ ഇടപാടില്ലേനും. പിന്നെ ചെന്തത് ഈ കോടിക്കണക്കിന് റുപ്യേൻ്റെ ഇടപാടുള്ളത് പോലുള്ള വർത്തമാനം എൻ്റെ മുമ്പിലെ കുഞ്ഞാടുകൾക്ക് എന്തോന്നും വരുത്താൻ വേണ്ടിയല്ലേ? തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. റുപ്യേൻ്റെ ബന്ധമില്ല, ഒന്നുമില്ല. പരിചയമുണ്ട്, അങ്ങനെ പല ആൾക്കാരില്ലേ. നൗഷാദ് ഒതുക്കുമെങ്കിലും ഞാനായിട്ട് നല്ല ബന്ധമില്ലേനോ? അയച്ചിട്ട് പോകാൻ പറയാം അത് അങ്ങോട്ടാണെന്ന് ഇങ്ങോട്ട്. റുപ്യേൻ്റെ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ സ്ഥാനത്ത് നമുക്കൊക്കെ ബന്ധമുണ്ട്. ഇനി ഇപ്പം നിങ്ങൾ കുഫ്രിയത്ത് പറയുന്നു ഞങ്ങൾക്ക് ബന്ധവുമില്ല. കുഫ്രിയത്തിൽ മാർക്കത്ത് കൂടെ ഈ പറഞ്ഞ 2-3 നാളായിട്ട് ആലിക്കുട്ടി ഉസ്താദിന് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്ത് തീർക്കാനാണ് പറയണത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ചങ്ങായി എൻ്റെ മുമ്പിലിരിക്കുന്ന 4 ആൾക്കാരെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ട് നമുക്കൊന്നുമില്ല. കാരണം അവർ ദീനനെ തെറ്റിദ്ധരിച്ച് കുരുവട്ടൂർ ചേക്കുട്ടി പാപ്പാൻ്റെ പിയാങ്കുത്ത് നക്കലാണ് ദീനെന്ന് മനസ്സിലാക്കിയവരാ. അതിന് കാരണം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കൊടുത്ത പാലും തേനും നക്കിയത് കൊണ്ടാണ് പിയാങ്കുത്ത് നക്കാൻ വേണ്ടി യാതൊരു എളുപ്പമില്ലാതെ കുമ്പിട്ട് വരുന്നത്. മനസ്സിലാവണ്ട എനിക്ക്? മൂപ്പരിപ്പം ഇങ്ങനെ റിട്ടയർമെന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, അടവൊക്കെ തെറ്റിയിട്ട് സേട്ട് എപ്പോഴാണ് പിടിച്ചോണ്ടാവുന്ന എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമാ. കുഞ്ഞമ്മത അതിന് ടൈമും കാലമൊന്നുമില്ല. എൻ്റെ കിയാക്കുട്ടി പാപ്പ CM വലുതാൻ്റെ കഥമിലാണ് എന്നും ആ CMൻ്റെ അതേ രൂപത്തിലാന്ന് പറഞ്ഞ മൂലേര് ഇപ്പം 6 അടി മണ്ണിലാണ്. സേട്ട് പിടിച്ചതാണോ അല്ലേ? നീജി പറ. എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരുന്ന പെണ്ണിൻ്റെ പേരുള്ള ഒരു ആചാര്യ എനിക്ക്. ഒരു പെണ്ണിൻ്റെ പേരുള്ള ഒരു ആചാര്യ. ആ ആചാര്യ ഇന്ന് 6 അടി മണ്ണിലാണ്. സേട്ടുവിനെ കാത്തിരുന്നിട്ടാണ് സേട്ട് പിടിച്ചത്. 6 അടി മണ്ണിക്കാണ് പോയത്. സേട്ട് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റുമോ? അതിന് കാത്തിരിക്കാൻ പറ്റുമോ? എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞ 2 സാധനം നിരക്കണീന് മുമ്പ് എൻ്റെ സേട്ട് പിടിച്ചോണ്ട് പോയതാ. മനസ്സിലാവുണ്ടോ? അപ്പം സേട്ടുവിൻ്റെ പ്രശ്നം അപ്പം ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. ആരെ പിടിക്കും എപ്പോൾ പിടിക്കുമെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ കൂട്ടത്തിൽ പോയി ജീവൻ പോയ ആൾക്കാരൊക്കെ അവസ്ഥ. കാരണം ഇതിങ്ങനെ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആശയത്തിന്. ഇന്നലെ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ നാളെ അത് തൗബ ചെയ്യാൻ പോലും അവസരം ഇല്ലാതാണ് ഇറ്റിങ്ങളെ പിടിച്ച് കൊണ്ടുപോയത് സേട്ടു 6 അടി മണ്ണിക്ക്. ഇത് ആവശ്യമല്ല ഇപ്പോൾ ഈ പറയുന്നത്. അപ്പം അജാതി ഊളത്തരൊക്കെ എൻ്റെ മുമ്പ് പിന്നെ ഈ കുഞ്ഞാടിൻ്റെ മുമ്പിലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല വല്ല വർത്താനം പറഞ്ഞൂടെ?
എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇളകി വെക്കുക. ഞങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇളകാളം മരുന്ന് ഞങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. നിങ്ങൾ ഇളകി, നിങ്ങൾ കുല്ലുഹും മജ്മഉൻ ഇളകി. നല്ല വർത്താനം നിങ്ങളുടെ ജീവിതത്തിലുള്ള 14 കൊല്ലം നിങ്ങളെന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ട് ഹംദും സലാത്തും പറഞ്ഞ് വേദി ഉദ്ഘാടനം ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രസംഗം തുടങ്ങുന്നത് ഹംദും സലാത്തും പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് പച്ച തെറിമലല്ല അവസാനിപ്പിക്കണത്. നിങ്ങളെ വിഷപ്പല്ലുകൾ തോന്യാസത്തിൻ്റെ തെറിയഭിഷേകം കേൾക്കാത്ത കേരളത്തിലെ ഒരു പണ്ഡിതൻ്റെ പേര് ചെന്ന് പറഞ്ഞാൽ കള്ളത്തൊരീക്കത്തുകാരനല്ലാത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഇരുവിഭാഗത്തിൻ്റെ ഈ മാലിന്യങ്ങളെ നിങ്ങൾ പച്ചക്ക് തോന്നിയാസം വിളിച്ചു. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ നജീബ് ഉസ്താദിനെ നിങ്ങൾ തോന്നിയാസം വിളിച്ചു. നിങ്ങൾ തോന്നിയാസം വിളിച്ചാത്ത ആരെയുള്ളത്? പാണക്കാട്ടെ കുട്ടികളെ നിങ്ങൾ തോന്നിയാസം വിളിച്ചിരുന്നു. ഈ ഡീലിങ്ങിന് മുമ്പ് ചില ഡീലിങ്ങുകളൊക്കെ നടന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്തോളാം, നിങ്ങളെ വേദിയിൽ ഞങ്ങൾ സഹകരിച്ചോളാം, ഇങ്ങനെയൊക്കെ ചില പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഡീലിങ് ചെയ്തപ്പോൾ ആ തങ്ങന്മാരെ നിങ്ങൾ അവരുടെ ഷജറ സുഹാബി വിഷയത്തിൽ ഒരു ഭാഗം ചേർന്ന് നിങ്ങൾ സംസാരിച്ചു പൊക്കി പറഞ്ഞു എന്നല്ലാതെ മനസ്സിലാകണ്ടോ? ഇതൊക്കെ തലച്ചോറുള്ളവർക്ക് തിരിയും. അപ്പം ഇതെന്താ പറഞ്ഞു വരുന്നത്? ഇവിടുന്ന് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ പോലുള്ള അല്ലെങ്കിൽ യൂട്യൂബിൽ സംസാരിക്കുന്ന ഏതെങ്കിലും യൂട്യൂബർമാരടക്കമുള്ള ആൾക്കാരെന്തെങ്കിലും പറയുമ്പോഴത്തേന് ഉറഞ്ഞു തുള്ളുന്ന നിങ്ങളാണ്. വേദി കയറിയിട്ട് ജനങ്ങളെ മുമ്പ് പറയാൻ പാടില്ലാത്ത തോന്നിയാസത്തിൻ്റെ പദപ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് കുഞ്ഞമ്മദേ. ഒന്നില്ലെങ്കിൽ കുഞ്ഞമ്മദേ ഒഴിവ് കിട്ടുമ്പോൾ ഇജ്ജ് സംസാരിച്ച് വിട്ട് ഇജ്ജനൊന്ന് കേട്ടോക്കെ, അപ്പം മനസ്സിലാക്കുക അതിൽ തെറിയുണ്ടോ ചെയ്യുന്നുള്ളത്. ഇത് കേൾക്കണില്ലല്ലോ, വേറെയുള്ളവരല്ല അതിൻ്റെ വിസർജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അവസ്ഥയൊക്കെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ മാതിരിയാണ്. എനിക്ക് മണക്കൂല, നാട്ടുകാർ മൊത്തം മണത്താലും.